ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കുറേ ഗ്ലോബൽ ഈവൻസ് ആണ് നോക്കുന്നത്. അതിൽ അമേരിക്ക സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഈ അൽഷാറ എന്ന് പറഞ്ഞ ആള് അറിയാലോ. ഇതേ അമേരിക്ക തലയ്ക്ക് 10 ലക്ഷം വരെ വിധിച്ചിരുന്നതാണ് ഈ ഒരു വ്യക്തിക്ക് നേരെ. കാരണം പുള്ളി തീവ്രവാദിയായിരുന്നു. അപ്പോൾ അതേ തീവ്രവാദത്തിന് ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിലപാടുകളാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഡെമോക്രറ്റുകളുടെ ആ ഒരു നിലപാട് എന്തായിരുന്നോ അതേ സെയിം നിലപാടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. ആര്? ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. അതായത് റിപ്പബ്ലിക്കൻസിനും ഡെമോക്രറ്റ്സിനും ഈ സിറിയയുടെ വിഷയത്തിൽ ഒരേ നിലപാടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ എന്താണ് സിറിയക്കുള്ളിൽ അമേരിക്ക പ്രതീക്ഷിക്കുന്ന പറഞ്ഞാൽ, നിലവിലുണ്ടായ ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറെ അമേരിക്കൻ ഭടന്മാർ കാണാതായിട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്ക കുറേ മിലിറ്ററി പോസ്റ്റുകൾ സിറിയക്കുള്ളിൽ എങ്ങും ഒരു 6-7 എണ്ണം ഉണ്ടായിരുന്നു. പല സമയങ്ങളിലായി കുറെ അമേരിക്കൻ ഭടന്മാർ കാണാതായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് അവരെയൊക്കെ ഏത് വിധേനയും കണ്ടെത്തി തിരിച്ചെത്തിക്കാം എന്നുള്ളൊരു ഉത്തരവാദിത്വം സിറിയയുടെ HTS അൽഷാറയുടെ ഭരണകൂടം ട്രംപിന് ഉറപ്പ് നൽകിയതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ സോൾജേഴ്സിനെ ഏത് വിധേനയും രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം അവർ തമ്മിൽ, അതായത് അമേരിക്കയും സിറിയയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ് ബിൽഡായി മുന്നോട്ട് പോകുന്നത്. ഇതിനെ തുടർന്നാണ് അമേരിക്ക സാങ്ഷൻസ് എല്ലാം തന്നെ ഒഴിവാക്കി കൊടുക്കാം എന്നുള്ള നിലയിലുള്ള ചില തിടുക്കിട്ട നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ സിറിയ ഉടനെ തന്നെ എല്ലാ പിന്നെ ആനുകൂല്യങ്ങളൊക്കെ കൈക്കൊണ്ട് മുന്നോട്ട് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം അവിടെ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ നിൽപ്പുണ്ട്. കാരണം ഇപ്പം സിറിയക്കുള്ളിൽ ഒരു ഇലക്ഷൻ വരണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ചോദ്യചിഹ്നമാണ്. ഏത് നേരത്തും അവിടെ ഒരു കലാപം പൊട്ടി പുറപ്പെട്ടേക്കാം. അത് തന്നെയാണ് അവിടുത്തെ അവസ്ഥ. ഇപ്പൊ നിലവിലൊരു 4 വർഷത്തേക്ക് ഇവർ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അവിടെ മുന്നോട്ട് പോകുന്നു. അതിപ്പോ നിലവിൽ അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. അതിന് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളുടെ ഒരു പിന്തുണ ഇപ്പം നിലവിൽ സിറിയക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുകയാണ്. പക്ഷെ എന്നാലും അവരുടെ ഉള്ളില് പ്രശ്നങ്ങൾ, ആഭ്യന്തരപരമായിട്ട് പ്രശ്നങ്ങൾ പലതുമുണ്ട്. അതിനെ ഫേസ് ചെയ്തുകൊണ്ട് വേണം ഇവർ മുന്നോട്ട് ചലിക്കാൻ. എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിന്റെ ഡെവലപ്മെന്റ്സ് എങ്ങനെ വരുന്നു എന്നുള്ളത്. കാരണം അമേരിക്കയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കുക എന്നുള്ളത് അമേരിക്കയെ ശത്രുപക്ഷത്ത് നിർത്തിയാൽ പോലും നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ അമേരിക്കയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് അത് വലിയൊരു ചാലഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അവരുടെ താല്പര്യങ്ങൾ എപ്പോഴും നമ്മൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. ഒരു രീതിയിലും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഒരു രാജ്യത്തിനും എടുക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഫ്രീ ഡിസിഷൻസ് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അടുത്ത് പ്രിസണേഴ്സ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. റഷ്യ ഉക്രൈൻ ഇവർക്കിടയിൽ പ്രിസണേഴ്സ് എക്സ്ചേഞ്ച്, ഇവരൊരു 300 പേരെ വിട്ടയക്കുന്നുണ്ട്. അതേപോലെ അവരൊരു 300 പേരെ വിട്ടയക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രിസണേഴ്സ് എക്സ്ചേഞ്ച് ഇന്ന് നടന്നിട്ടുണ്ട്. ഈ ഒരു പ്രിസണേഴ്സ് എക്സ്ചേഞ്ചിന് ഡൊണാൾഡ് ട്രംപ് അതിലും ക്ലെയിം എടുക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ക്ലെയിം എടുക്കാൻ വേണ്ടിയിട്ട് വന്നത്, അതേപോലെ ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇതിന്റെ അവകാശം ഞാനാണ്. ഈ ഒരു പ്രിസണേഴ്സ് റിലീസ് അവിടെ ഈ യുദ്ധം തുടങ്ങിയ കാലഘട്ടം തൊട്ട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് ഇതിനിപ്പോ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവര് പല ഘട്ടങ്ങളിലായിട്ട് മാസങ്ങൾ, ഒരു മാസത്തിൽ ഒരിക്കൽ, ഒരു മാസത്തിൽ 2 തവണയൊക്കെ പല തവണയായിട്ട് ഈ പ്രിസണേഴ്സ് എക്സ്ചേഞ്ച് റഷ്യ ഉക്രൈൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനി അതിനും ഒരു ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് വരേണ്ട ഒരു ആവശ്യമില്ല. ഇതൊക്കെ ഡൊണാൾഡ് ട്രംപിന്റെ ബാലിശമായിട്ടുള്ള ചിന്താഗതികളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റഷ്യ അതിരൂക്ഷമായ നിലയിലുള്ള ഡ്രോൺ അറ്റാക്ക് ഉക്രൈന്റെ ഉള്ളിൽ നടത്തുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുമ്പ് തന്നെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. അതായത് ഇറാന്റെ ന്യൂക്ലിയർ സ്പോട്ടുകൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ആരാണ്? ഇസ്രായേൽ. അങ്ങനെയാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില മാപ്പുകളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഏതൊക്കെ സ്ഥലങ്ങൾ, ലൊക്കേഷൻസ്, എവിടെയൊക്കെയാണ് ഇറാന്റെ ഹിഡൻ ആയിട്ടുള്ള ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോസസ്സിംഗ് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ, രഹസ്യമായിട്ടുള്ള താവളങ്ങളൊക്കെ ഇസ്രായേൽ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വാർത്തകളെല്ലാം പുറത്തു വരുന്നത്. അല്ലാതെ ഇസ്രായേൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും ഇറാനെ എന്ന് എവിടെയും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഗ്ലോബലി തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതായത് ഇറാന്റെ മേളിൽ ഏത് സമയത്തും ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയേക്കാം എന്നുള്ള നിലയിലുള്ള ചില നറേറ്റീവ്സ് ഒക്കെയാണ് നമുക്ക് പൊതുവില് ഗ്ലോബൽ മാധ്യമങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. ഇതിന്റെ സത്യാവസ്ഥ ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ഇങ്ങനെയാണ് അതിന്റെ നറേറ്റീവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നോർത്ത് കൊറിയയിൽ ഒരു വാർഷിപ്പ്, അവര് ഒരു വാർഷിപ്പ് പണിത് ഫ്രഷ് ആയിട്ട് അത് പരീക്ഷണം നടത്തുന്ന സമയത്ത് തന്നെ ആ വാർഷിപ്പ് കേടുപാടുകളോടുകൂടി കുറച്ച് തകരാറിലായി. ഇത് കിം ജോങ് ഉൻ എന്ന് പറഞ്ഞ ഒരു നോർത്ത് കൊറിയൻ പ്രസിഡന്റിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്.
അപ്പൊ പുള്ളി അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വാർഷിപ്പ് പണി കഴിപ്പിച്ച 3 ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത് ഇപ്പം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്, എന്തിനാണ് ഈ ഒരു വീഴ്ച എന്നുള്ള നിലയിലൊക്കെ. വീണ്ടും ഈ ഒരു വാർഷിപ്പ് അവർ പെട്ടെന്ന് തന്നെ റെക്ടിഫൈ ചെയ്ത് ഇത് ഉടനെ തന്നെ ഇത് കമ്മീഷൻ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ ഈ ഒരു 3 പേര് പിടിക്കപ്പെട്ടല്ലോ, ഇവരുടെ ഗതി എന്താവും എന്നുള്ളത് ഇപ്പൊ നമുക്കിനി പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നോർത്ത് കൊറിയയിലെ അവസ്ഥ എന്താണ്, അവരെ തട്ടിക്കളയും, അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ആ രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കുറ്റം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പിടിച്ച് അവരെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറ്റം തെളിഞ്ഞാൽ അവരുടെ കഥ കഴിഞ്ഞു. കിം ജോങ് മുന്നിന്റെ മുന്നിൽ ഈ ഒരു ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, പിന്നെ അവിടെ വേറെ കോടതിയൊന്നുമില്ല. ഇത് തന്നെയാണ് അവിടുത്തെ കോടതി. അമേരിക്കയിൽ കോവിഡ് ബാധിച്ച് പുതിയതായിട്ട് 300 പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വാർത്തയും കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതായത് കോവിഡ് വീണ്ടും ആഗോളതരത്തിൽ നല്ല രീതിയിൽ സ്പ്രെഡ് ആകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വീണ്ടും മാസ്ക് ഇടണം എന്നുള്ള രീതിയിലുള്ള ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പല രാജ്യങ്ങളും പുറപ്പെടുവിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യക്കുള്ളിലും കോവിഡ് ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പല രാജ്യങ്ങളിലും കോവിഡ് ഇപ്പോൾ അടുത്ത സെക്ഷനായിട്ട് ഇങ്ങനെ സ്പ്രെഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുതിയ പുതിയ വേരിയന്റുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പല സയന്റിഫിക് റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ഇത് വ്യാപകമായി സ്പ്രെഡ് ആയിക്കൊണ്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റഷ്യയുടെയും ഉക്രൈന്റെയും കാര്യം നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നല്ലോ. ഈ റഷ്യ ഉക്രൈന്റെ കാര്യത്തിൽ ഈ കഴിഞ്ഞ ആഴ്ച സെലൻസ്കിയുടെ നേതൃത്വത്തിൽ ഉക്രൈൻ എന്താണ് കാണിച്ചതെന്ന് പറഞ്ഞാൽ 100ലധികം ഡ്രോൺ റഷ്യക്കുള്ളിലേക്ക് ഇവർ അയച്ചായിരുന്നു. അപ്പൊ അതിൽ പ്രധാനമായിട്ട് ഇവർ ടാർഗറ്റ് ചെയ്തത് പുടിൻ യാത്ര ചെയ്യുന്ന കാര്യങ്ങൾ, പുടിൻ യാത്ര ചെയ്യുന്ന വിമാനങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഇവർ ടാർഗറ്റ് ചെയ്ത് പുടിന്റെ ജീവന് ഭീഷണി എന്നുള്ള നിലയിൽ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് പുടിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ, പുടിന്റെ ജീവൻ എടുക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾക്കാണ് ഇവർ നേതൃത്വം നൽകിയത്. അപ്പൊ ഇത് കണ്ടെത്തിയ റഷ്യ അതിശക്തമായ രീതിയിൽ തിരിച്ചടിക്കാനാണ് പദ്ധതിയിട്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് റഷ്യ തിരിച്ചടി തുടങ്ങിയത്. റഷ്യയുടെ തിരിച്ചടിയിൽ ശരിക്കും പറഞ്ഞാൽ 300 ഡ്രോൺ എന്ന് പറഞ്ഞാൽ ചെറിയ ഡ്രോൺ അല്ല, ഹെവി ഡ്രോണുകൾ, അതിൽ ഹെവി ആയിട്ടുള്ള ആയുധങ്ങളൊക്കെ ഘടിപ്പിച്ചുകൊണ്ടുള്ള ഡ്രോൺ അറ്റാക്കുകളാണ് തകൃതിയായിട്ട് റഷ്യ ഉക്രൈന്റെ മേളിൽ നടപ്പിലാക്കിയത്. ഇതിലുണ്ടായ നാശനഷ്ടങ്ങൾ ചെറുതൊന്നുമല്ല ഉക്രൈന്. അതേപോലെ 69 മിസൈലുകൾ, മീഡിയം റേഞ്ച് മിസൈലുകളൊക്കെ വിട്ട് ശരിക്കും ഉക്രൈന്റെ മേളിൽ നല്ലൊരു ആക്രമണമാണ് റഷ്യ കാഴ്ചവെച്ചത്. അത് വീണ്ടും അതിശക്തമായ രീതിയിൽ ഈ ഒരു ആക്രമണം തുടരും എന്ന് തന്നെയാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ട്രംപിനെ ഒരു വിലയ്ക്കും, അതായത് ട്രംപിന്റെ സംസാരത്തിന്, അതായത് മനസ്സിലാക്കി, കഴിഞ്ഞ മെയ് 19-ാം തീയതി 1.5 മണിക്കൂർ പുടിനും ട്രംപും തമ്മിൽ സംസാരിച്ചു. എപ്പോഴൊക്കെ പുടിനും ട്രംപും തമ്മിൽ സംസാരിക്കുന്നോ അപ്പോഴൊക്കെ ട്രംപ് അത് സോപ്പിടുന്ന രീതിയിലുള്ള പല ഡയലോഗുകളും പറഞ്ഞ് അത് ഒഴിവാക്കി അങ്ങ് പോകലാണ് പതിവ്. പുടിൻ വളരെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു, യുദ്ധം നിർത്താനാണ് സാധ്യത എന്നുള്ള നിലയിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ പിന്നീട്, അതായത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സംഭാഷണം, ഫോൺ സംഭാഷണമോ ഒരു ചർച്ചയോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഉക്രൈൻ അപ്പോഴെ തന്നെ സ്വഭാവം കാണിക്കും. ഉക്രൈൻ പെട്ടെന്ന് തന്നെ റഷ്യക്കുള്ളിൽ മോസ്കോ വരെയൊക്കെ ചെന്ന് അറ്റാക്ക് നടത്തി അവരുടെ ഏതെങ്കിലും ഒരു എനർജി മേഖലയൊക്കെ ആക്രമിച്ച് ഈ ഒരു പരിപാടി തുടരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റഷ്യക്ക് വീണ്ടും മിണ്ടാതിരിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് പുടിന്റെയും ട്രംപിന്റെയും ആ ഒരു ചർച്ചയെ പരാജയപ്പെടുത്തുന്ന രീതിയിൽ എല്ലാ കാലത്തും ഉക്രൈൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പൊ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുടിൻ ശരിയല്ല, പുടിൻ ക്രേസിയാണ്, പുടിൻ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ള നിലയിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകളുമായിട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ട്രംപ്. അത് പുടിനുമായിട്ടുള്ള വിയോജിപ്പ്, പുടിനുമായിട്ടുള്ള ഒരു അതൃപ്തി, സംസാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇത്രത്തോളം അമേരിക്ക ഇടപെട്ടിട്ടും ഈ ഒരു യുദ്ധത്തിലേക്ക്, റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് ഒരു സമാധാനം കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ പരാജയമായിട്ട് ഇപ്പം വിലയിരുത്തപ്പെടുന്നത്. ട്രംപിന്റെ ഡിപ്ലോമസി അഥവാ ട്രംപിന്റെ ഈ ഒരു മീഡിയേഷൻ, ട്രംപിന്റെ നെഗോസിയേഷൻ, ഇതെല്ലാം തന്നെ തികഞ്ഞ പരാജയങ്ങളായിട്ടാണ് ഇപ്പം മുന്നോട്ട് ലോകം നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ വരുന്ന ജൂൺ 1-ാം തീയതിയോടുകൂടി വീണ്ടും ഈ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ വീണ്ടും പൊങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ റെസിപ്രോക്കൽ താരിഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏപ്രിലിൽ അപ്ലൈ ചെയ്യാനിരുന്ന ഒരു താരിഫ് ജൂൺ 1-ാം തീയതിയിലേക്കാണ് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വരുന്ന 4-5 ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഈ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റ് ഇഷ്യൂ, ഇത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഇടിവുകൾ, ഇതേപോലെയൊക്കെ ഇനി കുറച്ചുകൂടെ ഈ ഒരു എക്കോണമി, ഗ്ലോബൽ എക്കോണമി ആടി ഉലയാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ അതിരൂക്ഷമായ നിലയിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നടന്ന ആക്രമണത്തിൽ ഏതാണ്ട് 30 പേരോളം കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഈ എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് റെഡ് ക്രോസ് ആയിക്കോട്ടെ, അതേപോലെ യുണൈറ്റഡ് നേഷൻസ് ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഇപ്പം ശബ്ദമുയർത്തുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇസ്രായേൽ ഒരിക്കലും ആ ഒരു എയ്ഡ് ട്രക്കുകൾക്ക് വഴി ഒരുക്കുന്നില്ല ഗാസയിൽ. പലപ്പോഴും അവർ പല രീതിയിലുള്ള നെഗോസിയേഷൻസിന് അവർ തയ്യാറായാൽ തന്നെയും എയ്ഡ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. പ്രത്യേകിച്ച് എയ്ഡ് ഹമാസിന്റെ ഹാൻഡിലേക്ക് പോവാൻ ഇസ്രായേൽ താല്പര്യപ്പെടുന്നില്ല. എയ്ഡ് കൊടുക്കാൻ തയ്യാറാണ്, അത് ഇസ്രായേൽ കൊടുക്കും.
അതുമായിട്ട് ബന്ധപ്പെട്ട് UAE-യുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ. അപ്പൊ അതുകൊണ്ട് UAE-യുടെ നേതൃത്വത്തിൽ അതായത് ഈ ഒരു റെഗുലറൈസ് ചെയ്ത ഏരിയകളിൽ, അതായത് ഇസ്രായേൽ ഏറ്റെടുത്ത ഏരിയയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് എയ്ഡ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ UAE-യും ഇസ്രായേലും കൂടെ ഒരുമിച്ച് തീരുമാനിച്ച് ആ ഒരു ദൗത്യത്തിലോട്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് ഈ ഒരു എയ്ഡിന്റെ ഒരു പവറും കൂടി ഹമാസിന്റെ കയ്യിൽ നിന്നും എടുത്തു മാറ്റണം. അതാണ് ഇസ്രായേൽ ചിന്തിക്കുന്നത്. ജനങ്ങൾക്ക് ആഹാരം കൊടുക്കും, എയ്ഡ് കിട്ടും, എല്ലാ സാധനങ്ങളും കിട്ടും. ഹമാസ് പൈസക്കാണ് കൊടുക്കുന്നെങ്കിൽ ഇസ്രായേൽ UAE ഫ്രീ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് വരും. അപ്പൊ ഈ ഒരു വിഷയം അവിടെ വരുമ്പോഴത്തേക്കും ഹമാസിന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു പവർ അവിടെ നഷ്ടപ്പെടുകയാണ്. കാരണം ഇനി ഭക്ഷണം കൊടുക്കുന്നത് ഇസ്രായേലും UAE ആണ്. ഇനി ഹമാസ് അല്ല ഇനി ജനങ്ങൾക്ക്, ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം ഇനി കൊടുക്കുന്നത്, അതായത് വിൽക്കുന്നത്. ഇസ്രായേൽ ഫ്രീ ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത്, ഹമാസ് അത് പൈസക്കാണ്, ഫ്രീ ആയിട്ടുള്ള ഫ്രീ ബീസ് പൈസക്കാണ് വിറ്റുകൊണ്ടിരുന്നത് ഹമാസ്. ഈ ഒരു വ്യത്യാസം ഗാസയിൽ ഇനി വരും ദിവസങ്ങളിൽ ഉടനീളം കാണാൻ കഴിയും. ഗാസയ്ക്കുള്ളിൽ ഏതാണ്ട് 12,000-ലധികം കുട്ടികൾ മാൽന്യൂട്രീഷനിൽ അഫക്റ്റഡ് ആണെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതിലൊക്കെ എത്രമാത്രം ഫാക്ട് ഉണ്ട്, എത്രമാത്രം കുട്ടികൾ ഇതിൽ റിയലി അഫക്റ്റഡ് ആണ് എന്നുള്ളതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല. കാര്യം ഇതൊക്കെ അൽ ജസീറ പോലത്തെ ചാനലുകളൊക്കെ ഇങ്ങനെ നറേറ്റീവ് സെറ്റ് ചെയ്ത് വിടുന്നതായിട്ടുള്ള വാർത്തകളായിട്ടാണ് പുറത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഗാസയ്ക്കുള്ളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡീപ്ലി സ്റ്റഡി നടത്തി, ഒരു റിസർച്ച് നടത്തി, വെൽ അനലൈസ്ഡ് റിപ്പോർട്ട് ഇതുവരെ പുറത്തൊന്നും വന്നിട്ടില്ല. ഇതെല്ലാം ഹമാസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആ സ്ഥാപനങ്ങൾ നടത്തുന്ന കണക്കെടുപ്പിലൂടെ മാത്രം പുറത്തു വരുന്ന വിവരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ് ഇതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് പല വാർത്തകളും ഈ ഇന്റർനാഷണൽ മീഡിയാസ് ഇങ്ങനെ പ്രൊപ്പഗൻഡയായിട്ട് ഇങ്ങനെ സൃഷ്ടിച്ചു വിടുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക ഇസ്രായേലുമായിട്ട് ചില ചെറിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ട്. ആ ഒരു കോൺഫ്ലിക്റ്റുകൾ വന്നതിന്, അതായത് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ചെറിയൊരു തെറ്റൽ, അതായത് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ചെറിയൊരു തെറ്റലുണ്ടായിരുന്നു. അപ്പൊ ആ തെറ്റലിന് ശേഷമാണ് ഗ്ലോബൽ നറേറ്റീവ്സ് ഈ രീതിയിൽ ഗാസയ്ക്കുള്ളിൽ വളരെ സിവിയർ ആയിട്ട് ഇത് പോഷകാഹാരക്കുറവുണ്ട് എന്നുള്ളത് ഇത്രമാത്രം ഫോക്കസ് ചെയ്ത് കാണിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. ഇതിനു മുമ്പും ചില ഗാസയിൽ യുദ്ധം തുടങ്ങിയിട്ട് 1.5 വർഷത്തിലേറെ ആയി. അപ്പൊ അതുകൊണ്ട് പോഷകാഹാരക്കുറവോടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ അത് ഇപ്പൊ മാത്രമാണ് ഇത്രമാത്രം ഫോക്കസ്ഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഇസ്രായേലിന്റെ മേളിൽ ഒരു പ്രഷർ കൂടി ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ടൂൾ ആയിട്ടാണ് ഇപ്പൊ ഈ ഒരു പോഷകാഹാരക്കുറവ് എന്നുള്ള ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. വിത്ത് എയ്ഡ് സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഈ എയ്ഡിന് വേണ്ടിയിട്ട് വാദിച്ചാലും ഈ പോഷകാഹാരക്കുറവ് എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ തന്നെയും ഇതെല്ലാം തന്നെ ഹമാസിനെ അനുകൂലിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ, ഹമാസിനെ അനുകൂലിക്കുന്ന പക്ഷത്തിൽ നിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്. അതേപോലെ ബംഗ്ലാദേശിൽ ഒരു ചെറിയ അൺസർട്ടനിറ്റി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഒരു വാർത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഡെവലപ്മെന്റ്സ് ഉണ്ടായി. തീർച്ചയായിട്ടും ബംഗ്ലാദേശിനുള്ളിൽ ഇഷ്യൂ ഉണ്ട്, ഇല്ലാന്നില്ല. പക്ഷെ അതേസമയം ആൾ പാർട്ടി മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചു വരുത്തി, അതേപോലെ എല്ലാ റിലീജിയസ് സംഘടനകളെയൊക്കെ വിളിച്ചു വരുത്തി യൂനസ് നടത്തിയ ഒരു ചർച്ചയിൽ ഒരു താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയിൽ യൂനസ് തന്നെ കുറച്ച് തുടരട്ടെ കുറച്ച് നാൾക്ക്. പക്ഷെ എന്നാൽ ഇലക്ഷൻ, ഈ ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില നടപടിക്രമങ്ങളും ചില തീരുമാനങ്ങളും എടുക്കണം എന്നുള്ള നിലയിലുള്ള ഒരു ഡിസിഷൻസ് ഒക്കെ എടുത്ത് ഇപ്പൊ തൽക്കാലം യൂനസിനെ അവിടെ തുടരാം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം നിലവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇത് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഒരിക്കലും ഇല്ല. 2026-27 വരെയൊക്കെ ഇലക്ഷന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ തയ്യാറല്ല ആർമി ഇങ്ങനെ കുറച്ച് സൈലന്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. പക്ഷെ എന്നാലും നെക്സ്റ്റ് മന്തിൽ വക്കാറുസമാന്റെ അമേരിക്കൻ പര്യടനം അത് കഴിഞ്ഞിട്ടായിരിക്കും യൂനസിന്റെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനങ്ങൾ പുറത്തു വരുന്നത്. മലേഷ്യ അതേപോലെ ഗാസയിൽ ഉള്ള ജനങ്ങളെ പിന്തുണയ്ക്കണം, ഗാസയ്ക്ക് പൂർണ്ണ സപ്പോർട്ട് ഗ്ലോബലി കിട്ടണം എന്നുള്ള നിലയിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ മലേഷ്യ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഗാസയ്ക്ക് എല്ലാവരും പിന്തുണ കൊടുക്കണം തന്നെയാണ് പലരും പല രാജ്യങ്ങളും പണ്ട് തൊട്ടേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന്റെ കോസ് എന്ന് പറയുന്നത് ഈ ബന്ദികളെ പിടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഈ ബന്ദികളെ, ഈ ഗാസയെ പിന്തുണയ്ക്കണം, ഗാസയെ സപ്പോർട്ട് ചെയ്യണം, ഇസ്രായേൽ യുദ്ധം നിർത്തണം എന്ന് പറയുന്ന ആൾക്കാർ ആരും തന്നെയും ഈ ബന്ദികളെ വിട്ടയക്കണം എന്ന് പറയുന്നില്ല. അതേപോലെ ഈ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് കൊലപ്പെടുത്തിയ ആൾക്കാരെ കുറിച്ചുള്ള ആ ഒരു കൺസേണും എവിടെയും രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവിടെ മാത്രമാണ് ചെറിയൊരു പ്രശ്നം കിടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ ഗാസ എന്ന് പറയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അപ്പുറത്തെ സൈഡിൽ പിടിച്ചു വെച്ചിരിക്കപ്പെട്ടിരിക്കുന്ന ബന്ദികൾ, അതായത് ബന്ദിയാക്കപ്പെട്ട ആൾക്കാരുടെ ആ ഒരു കാര്യത്തിലും കൂടെ ചെറിയ പരിഗണന കാണിക്കണം. അങ്ങനെ കാണിച്ചാൽ മാത്രമേ ഒരു ജസ്റ്റിഫിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. അല്ലാതെ ഒരു സൈഡിൽ എങ്ങനെയാണ് നീതി ഉറപ്പാക്കാൻ പറ്റുക? തീർച്ചയായിട്ടും നടക്കത്തില്ല. ഇസ്രായേൽ അതിതകൃതിയായ നിലയിൽ തന്നെ ഹൂത്തികളുടെ മേലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. സന എയർപോർട്ടൊക്കെ തകർന്നടിഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുപോലെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം ഇന്നലെ ഹൂത്തികളുടെ സൈഡിൽ നിന്ന് ഒരു മിസൈൽ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് വന്നതായുണ്ട്.
ഇസ്രായേൽ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് കളയാണ് ചെയ്തത്. അപ്പം ഇത് ഇപ്പൊ ഇസ്രായേൽ പറയുന്ന വെച്ചാല് ഹൂത്തികളുടെ സൈഡിൽ നിന്ന് നടക്കുന്ന ആ ഒരു അറ്റാക്കിന്റെ ഫ്രീക്വൻസി കുറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് പണ്ടത്തെ പോലെ തുടരെ പൊടുന്നിനെ അങ്ങനെ ഒന്നും വിടാൻ പറ്റുന്നില്ല മിസൈൽ. ഇപ്പൊ വല്ലപ്പോഴും കൂടി ഒന്നോ രണ്ടോ ഇങ്ങനെ വിടുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടിരിക്കുകയാണ്. കാരണം ആ രീതിയിലുള്ള ഇമ്പാക്ട് അമേരിക്ക നടത്തിയ ആക്രമണത്തിലും ഇസ്രായേൽ അതിനെ തുടർന്ന് നടത്തിയ ആക്രമണത്തിലും UK പോലത്തെ രാജ്യങ്ങൾ നടത്തിയ ആക്രമണത്തിലൊക്കെ ഹൂത്തികൾക്ക് നല്ല രീതിയിലുള്ള ഇമ്പാക്ട്, നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ ഒരു ഫ്രീക്വൻസി, അറ്റാക്കിന്റെ ഫ്രീക്വൻസി കുറയാനുള്ള ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേപോലെ ഗാസയിൽ നടക്കുന്ന മറ്റൊരു അലിഗേഷൻ ആണെങ്കിൽ അങ്ങനെ കരുതാം, അല്ലാന്നുണ്ടെങ്കിൽ മിക്ക തീവ്രവാദികളുടെ ഡിസ്കഷൻ ഏരിയ ഇപ്പം UK ആണ്. പല തീവ്രവാദികളും ഇപ്പൊ UK-യിലാണ് വളരെ സേഫ് ആയിട്ട് കഴിഞ്ഞുകൂടുന്നതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈനിൽ നടക്കുന്ന യുദ്ധമായിക്കോട്ടെ, ഗാസയിൽ നടക്കുന്ന യുദ്ധമായിക്കോട്ടെ, ഈ രണ്ടും തന്നെ UK എന്ന് പറഞ്ഞ തീവ്ര നിലപാടുള്ള ആൾക്കാർ, ഇസ്ലാമിക തീവ്ര നിലപാടുള്ള സംഘടനകളുടെ പ്രോക്സികളാണ് ഈ യുദ്ധങ്ങൾ നടത്തുന്നത് എന്നുള്ള നിലയിൽ UK-യെ ഒരു അലിഗേഷൻ പോയിന്റിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത്, യുക്രൈനിൽ നടക്കുന്നതും ഗാസയിൽ നടക്കുന്നതും UK-യുടെ പ്രോക്സി വാറുകളാണെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ USA, ജപ്പാൻ രണ്ടുപേരും താരിഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇത്ര നാൾ അവർ ഡിസ്കഷൻ നിർത്തിവെച്ചിരുന്നു, ഇപ്പൊ വീണ്ടും തകൃതിയായിട്ട് ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട്. ജപ്പാൻ പറയുന്നത് താരിഫ് ഇട്ട് കഴിഞ്ഞാൽ താരിഫ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നടപടികൾ ജപ്പാന്റെ ഭാഗത്ത് നിന്ന് എടുക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ അതിതീവ്രമായ നിലയിൽ ചിന്തിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട റിവേഴ്സ് ആക്ഷൻസ് അവർ എടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ബാക്ക് ടു ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പ്രഷർ ഇട്ടുകൊണ്ടാണ് ഈ ഒരു നെഗോസിയേഷൻ മുന്നോട്ട് പോകുന്നത്. അതേപോലെ ട്രംപ് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ആഫ്രിക്കൻ റീജിയനിലായിക്കോട്ടെ, അതേപോലെ തന്നെ ലോകത്ത് പല മേഖലകളിലും അമേരിക്കൻ ട്രൂപ്സ്, പല രാജ്യങ്ങളുടെയും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നിയമിച്ചിരിക്കുന്ന അമേരിക്കൻ ട്രൂപ്സിനെ എല്ലാം ട്രംപ് പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന്റെ എക്സ്പെൻസസ് അമേരിക്കയ്ക്ക് താങ്ങാൻ വയ്യ. കാരണം ഇനി അഥവാ അമേരിക്കൻ സെക്യൂരിറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പേ ചെയ്ത് അമേരിക്കൻ സെക്യൂരിറ്റി സർവീസ് ഉറപ്പുവരുത്തുക, അതല്ലാതെ ഫ്രീ ആയിട്ടുള്ള പരിപാടി ഇനി ഇല്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇനി ഖജനാവിൽ പൈസ ഇല്ല, ഇനി അധികം ഡോളറുകൾ മുടക്കിക്കൊണ്ട് അമേരിക്കൻ ട്രൂപ്സിനെ പല രാജ്യങ്ങളുടെയും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വിട്ടയക്കാൻ തയ്യാറല്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക ഈ ഒരു ഫ്രീ സെക്യൂരിറ്റി ഓഫർ ചെയ്തത് അത് മറ്റുള്ള രാജ്യങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, അത് അമേരിക്കയുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പല രാജ്യങ്ങളുടെയും സ്പൈ വർക്കുകളും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് ഇവരുടെ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടും പല അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ പല രാജ്യങ്ങളിലും ഇവരുടെ സെക്യൂരിറ്റി എക്സ്പാൻഷൻ നടത്തിയിരിക്കുന്നത്. അതേസമയം റഷ്യയുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷനും കൂടി അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ ചിന്തിക്കുന്ന സമയത്ത് ട്രംപ് നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. അത് ഇതൊക്കെ ഒരു മണി വേസ്റ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. അത് അമേരിക്കൻ ജനങ്ങളുടെ ഇടയിൽ അമേരിക്കൻ ട്രൂപ്സിനെ നമ്മൾ എന്തുകൊണ്ട് പല രാജ്യങ്ങളിലേക്കും ഇങ്ങനെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അയച്ച് മറ്റുള്ള രാജ്യങ്ങളുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തേണ്ട ആവശ്യം എന്താണ് എന്നുള്ള രീതിയിൽ പോർട്രേറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടാണ് അതിനെ ഒരു പോസിറ്റീവ് പോയിന്റ് ആയിട്ട് ട്രംപിന്റെ പോക്കറ്റിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്ത നിലയിലാണ് അമേരിക്കയുടെ ഉള്ളിൽ ഇതിനെ പോർട്രേറ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സെക്യൂരിറ്റി ട്രൂപ്പുകളെല്ലാം തന്നെ പിൻവലിക്കാൻ അമേരിക്ക പല രീതിയിൽ ട്രൈ ചെയ്യുന്നതും അതിനെ നടപ്പാക്കാൻ ശ്രമിക്കുന്നതും. പക്ഷെ ഇന്റലിജൻസ്, ഇനി അഥവാ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ്, ഇതെല്ലാം തന്നെ ഇതിനെതിരാണ്. ട്രംപിന്റെ ഈ ഒരു നിലപാടുകൾക്കൊക്കെ എതിരാണ്. ഇതൊക്കെ ഇനി അമേരിക്കയുടെ ഉള്ളിൽ ഡിസ്കസ് ചെയ്ത് ഏത് രീതിയിൽ ഇത് നിയമങ്ങളൊക്കെ കൊണ്ടുവരും എന്നുള്ളതൊക്കെ ഇനി നമുക്ക് ഇത് ഡെവലപ്പ് ആകുന്ന മുറയ്ക്ക്, ഈ വിഷയങ്ങളൊക്കെ ഇനി ഫർദർ ഫ്യൂച്ചറിൽ ഡെവലപ്പ് ആകുന്ന മുറയ്ക്ക് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ കുറെ സമഗ്രമായ വിഷയങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.